പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ HP-യുടെ ലേസർ പ്രിന്ററായ HP LaserJet 1020 പ്ലസ് എന്ന പ്രിന്ററിൽ എങ്ങനെ പേപ്പർ ഇൻസെർട്ട് ചെയ്യാം അല്ലെങ്കിൽ പേപ്പർ സെറ്റിംഗ്സ് എന്തൊക്കെയുള്ള എല്ലാം ഉള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. HP-യുടെ ലേസർ പ്രിന്ററിൽ 2 ട്രേ ആണ് വരുന്നത്. 2 ട്രേയിലൂടെ നിങ്ങൾക്ക് പേപ്പർ പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, താഴെ ഭാഗത്തു നിന്നാണ് പേപ്പർ പിക്ക് ചെയ്യുന്നത്. അവിടെ തന്നെയാണ് 2 ട്രേയും വരുന്നത്. താഴെ നിന്നും പേപ്പർ പിക്ക് ചെയ്താണ് മുകളിലൂടെയാണ് പേപ്പർ ഔട്ടായി വരുന്നത്, പ്രിന്റ് ചെയ്ത് വരുന്നത്. അതിനാണ് നമ്മളിവിടെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ഗ്ലാസ്. ഇത് പ്രിന്റ് ചെയ്ത് വരുന്ന പേപ്പറിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ട്രേ വരുന്നത്. ഇവിടെ കണ്ടില്ല, നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 1 and 2 എന്ന് എഴുതിയത്. ഇത് ഫസ്റ്റ് ട്രേയും വരുന്നുണ്ട്, അതിൻ്റെ താഴെ സെക്കൻഡ് ട്രേയും ആണ് വരുന്നത്. സാധാരണ ഫസ്റ്റ് ട്രേ എല്ലാവരും നിങ്ങൾ A4 സൈസിൻ്റെ ചെറിയ പേപ്പറുകൾ A5 B5 പേപ്പറുകൾക്കാണ് ഉപയോഗിക്കുന്നത്. താഴെ കാണുന്ന ഈ സെക്കൻഡ് ട്രേ ആണ് മെയിൻ ഫീഡർ അല്ലെങ്കിൽ മെയിൻ ട്രേ വരുന്നത്. ഇവിടെയാണ് നമ്മൾ ബണ്ടിൽ ഓഫ് A4 പേപ്പർ വെക്കേണ്ടത്. നോർമൽ അങ്ങനെയാണ് എല്ലാ കസ്റ്റമറും ചെയ്തു വരുന്നത്. അതും ഇതേപോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ട്രയൽ A4 A5 B5 പേപ്പർ അല്ലെങ്കിൽ സിംഗിൾ പേപ്പറുകളാണ് ഉപയോഗിക്കുന്നത്. താഴെയാണ് ഏറ്റവും മെയിൻ പേപ്പേഴ്സ്. അതായത് കൂടുതൽ ബണ്ടിൽ നിങ്ങൾക്ക് പേപ്പർ വെക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും സൗകര്യം താഴെയാണ്, കാരണം അതിന് സപ്പോർട്ടായിട്ടുള്ള ട്രേയും വരുന്നുണ്ട്. ഇപ്പോൾ നോർമലി പേപ്പർ വെക്കേണ്ടത് നമ്മൾ ആ അഡ്ജസ്റ്റർ ഫ്രീ ആക്കി വെച്ചതിന് ശേഷം ഇതേപോലെ കറക്റ്റ് A4 വെക്കുക. എന്നിട്ട് ജസ്റ്റ് 2 സൈഡും അല്ലെങ്കിൽ ഒരു സൈഡ് നമ്മൾ പിടിച്ച് ടൈറ്റ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് മറ്റേ സൈഡും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മുകൾ ഭാഗത്താണ് വെക്കേണ്ടത്. അതും ഇതേപോലെ സിമ്പിളാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ സിംഗിൾ പേപ്പർ അല്ലെങ്കിൽ ചെറിയ പേപ്പർ വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയും അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ട്രേ വരുന്നില്ല. അതിന് സെക്കൻഡ് ട്രേ ആണ് സപ്പോർട്ട് ചെയ്യാൻ വരുന്നത്. ഇതേപോലെ നിങ്ങൾക്ക് ഒരു ബണ്ടിൽ പേപ്പറുകളെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ ട്രേ ഉപകരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് സെക്കൻഡ് ട്രേ ആണ് മെയിനായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ പ്രിൻ്ററിൻ്റെ കൂടെ തന്നെ ഇതേപോലെ ഒരു ഗ്ലാസ് നിങ്ങൾക്ക് വരുന്നത് ഉണ്ടാവും, ഗ്ലാസ് ഡോർ വരുന്നുണ്ടാവും. അത് താഴെയുള്ള പേപ്പറിനെ ഈ പൊടി കാര്യങ്ങളെല്ലാം വരാതിരിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. മാത്രമല്ല മുകളിൽ ഇതേപോലെ A4 വെക്കുന്ന സമയത്ത് അതിനെയും ചെറിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു ഗ്ലാസിൻ്റെ ഈ ഒരു ഇത് നമുക്ക് ഉപയോഗിക്കുന്നതാണ്. പിന്നെ താഴെ നിന്നും പേപ്പർ പിക്ക് ചെയ്ത് മുകളിലൂടെ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.